കുരുമുളക് കൃഷിക്ക് കഴിഞ്ഞ വർഷത്തെ മാവേലിക്കര പുഷ്പമേളയ്ക്ക് ഏറ്റവും നല്ല കുരുമുളക് തോട്ടത്തിനുള്ള ഒന്നാം സമ്മാനം എനിക്കാണ് കിട്ടിയത്. അത് വളരെ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ കഴിഞ്ഞ വർഷത്തെ ചിങ്ങം 1-ാം തീയതി കർഷകശ്രീ അവാർഡ് ഭരണിക്കാവ് പഞ്ചായത്തിൽ 21 വാർഡിലെ സമ്മിശ്ര കൃഷിക്കുള്ള ഏറ്റവും നല്ല കർഷകശ്രീ ആയിട്ട് തന്നെയാണ് തിരഞ്ഞെടുത്തത്. അവാർഡും സർട്ടിഫിക്കറ്റും ഷാളും മുണ്ടും ഒക്കെ കിട്ടി നമ്മളെ ആദരിച്ചിട്ടുണ്ട്. നമസ്കാരം. മാത്യു സാറിന്റെ കുരുമുളക് തോട്ടത്തിലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറ് ചീമക്കൊന്നയിലാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും നമ്മുടെ ഇപ്പൊ സാറിനോട് ചോദിച്ചു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. നമസ്കാരം, എൻ്റെ പേര് മാത്യു ഉമ്മൻ, മാങ്കാവിൽ വെട്ടിക്കോട്. ഞാൻ 37 വർഷം ഖത്തർ എക്സിം ബാങ്കിൽ ജോലി ചെയ്തതാണ്. മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ്. എൻ്റെയൊക്കെ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് കുരുമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, ഏലമുണ്ട്, മീൻ കൃഷിയുണ്ട്. 32,000 മീന് പുറത്തേക്ക് കിടപ്പുണ്ട്. ഇങ്ങനെ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എൻ്റെ കുരുമുളക് തോട്ടമാണ്. 110 കുരുമുളക് ഒരു തോട്ടമായിട്ട് ഇട്ടിരിക്കുക. സാറേ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ വ്യവസായത്തിൽ റബ്ബറിന്റെ വില ഇടിവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഈ റബ്ബറിന്റെ സ്ഥാനത്ത് ഈ കുരുമുളക് കൃഷി ലാഭകരമായി ചെയ്യാൻ പറ്റില്ലേ? റബ്ബറിൻ്റെ കാലത്ത് കുരുമുളക് കൃഷി ലാഭകരമാണ്. എനിക്ക് 10-200 റബ്ബർ ഉണ്ടായിരുന്നു. എനിക്ക് ആ റബ്ബറിൻ്റെ നല്ല കാലത്ത് അത് 270 രൂപ വരെ ഒരു കിലോയ്ക്ക് കിട്ടിയ കാലത്താണ് എനിക്ക് റബ്ബറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യാൻ ആളില്ല. പിന്നെ പാല് കൊടുത്ത പൈസ ഇല്ല, ഷീറ്റ് കൊടുത്ത പൈസ ഇല്ല. ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ റബ്ബർ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് ഈ കുരുമുളകും ഇഞ്ചിയും മഞ്ഞളും ഏലൊക്കെ ആയിട്ട് കൃഷി ചെയ്യുക. ഇതാണ് കുരുമുളകാണ് റബ്ബറിനേക്കാൾ ലാഭകരം. സാറ് നിലവിൽ കുരുമുളക് കൃഷി ചെയ്യുന്നവരും അല്ലെ കുരുമുളക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ചെറിയ സ്ഥലമുള്ളവരും ഒത്തിരി സ്ഥലമുള്ളവരും സാറിന്റെ അനുഭവത്തിൽ അവർക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും ഒരു ഉപദേശമോ ഒരു ടിപ്സുകൾ എന്തെങ്കിലും ഉണ്ടോ? കുരുമുളക് കൃഷി ഒരിക്കലും നഷ്ടമല്ല. ലാഭകരമായിട്ട് കുരുമുളക് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ കുരുമുളക് നട്ടിട്ട് അതിനെ പരിപാലിക്കുന്നില്ല കാര്യം. ഇത് നമ്മളെ ഈ സെൻട്രൽ ട്രാവൻകൂർ അല്ലെങ്കിൽ മധ്യ കേരളം എന്ന് പറയുന്നത് കൂടുതൽ 3-4 മാസം വെയിലുള്ള സമയമാണ്. ആ സമയത്ത് ഇതിൻ്റെ വള്ളികളൊന്നും കരിഞ്ഞു പോകാതെ വാടിപ്പോകാതെ ജലസേചനം കൊടുത്ത് വളർത്തി ഒരുവിധം ബുഷായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അത് ഉണക്കം കഴിഞ്ഞാൽ അതിന് വിസ്റ്റൻഡ് ചെയ്തോളും. അത് ഉണക്ക് കഴിഞ്ഞിട്ട് മഴ വരുമ്പം ഇതിൻ്റെ കണ്ണികളെല്ലാം ഈ ശാഖകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ നിറച്ച് കണ്ണുകൾ പൊട്ടും. നല്ല ആദായകരമായ കൃഷിയാണ്. അതുപോലെ കുരുമുളകിന് ഒരു കാലത്തും വിലയ്ക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത് സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് 1 വർഷമോ 2 വർഷമോ ഒക്കെ നല്ലപോലെ ഉണക്കി വെക്കുവാൻ സൂക്ഷിച്ച് വെക്കാം. അതുപോലെ തന്നെ കൊടുത്ത് അന്നേരം തന്നെ പൈസയ്ക്ക് ആവശ്യം കൊടുത്ത് കാശും മേടിക്കാം. അതുകൊണ്ട് ഒരിക്കലും കുരുമുളക് കൃഷി നഷ്ടമല്ല. അത് ചെയ്യുന്നത് നല്ല ലാഭകരമാണ്. കഴിയുന്നതും ഇങ്ങനെ ഈ താങ്ങുകാല് ചുമക്കൊന്നയോ വല്ല ഇട്ടിട്ട് അല്ലെങ്കിൽ റാന്നി ഭാഗത്തൊക്കെ മുരിക്കായിട്ടേക്കുന്നത് അങ്ങനെയുള്ളതിനൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലപോലെ അട്ടക്കാല് പിടിച്ച് കയറും. അങ്ങനെ കൃഷി ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ കുരുമുളക് ചെടിക്ക് ഒരു തണലും കിട്ടും. ഈ PVC പൈപ്പോ അതുപോലെ വെയിൽ ഭയങ്കരമായിരിക്കും. ഇതാകുമ്പോ ചെടിക്ക് ഒരു തണല് കിട്ടും. വെട്ടാതിരിക്കുന്നത് നല്ല തണല് കിട്ടും. സാർ, ഇപ്പൊ ഈ ചീമക്കൊന്നയുടെ ഇല ഇങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കണം. അത് അല്ലെങ്കിൽ കൂടുതൽ വളം പിടിക്കും. അതുകൊണ്ട് അങ്ങനെ ഇതിനെ കോതി വിട്ടിട്ടുണ്ട് സാർ. ഇതെല്ലാം അത് എന്താണ് അങ്ങനെ ചെയ്യുന്നത്? ശിഖരങ്ങള് ഉണ്ടാകുമ്പോൾ അത് മഴക്കാലത്ത് നമ്മൾ കോതി ഇതിന്റെ ചവിട്ടത്തിന് ഇട്ട് കൊടുക്കാം. അതിനൊരു വളമാവും. അത് കോതാതെ വരുന്നാലുള്ള കുഴപ്പമൊന്നും ചീമക്കൊന്നയുടെ ഇലകളൊക്കെ ഇങ്ങനെ ശാഖകളായിട്ട് ഉണ്ടായി കഴിയുമ്പം ഇത് വളം കൂടുതലായിട്ട് വലിച്ചെടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഇത് കോതി ഈ ചെടിക്ക് കുരുമുളകിന് വളം കിട്ടുന്നത് ഇത് അതിന്റെ ചവിട്ടിലിടാന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് മറ്റുള്ള താങ്ങുകാലികളെക്കാൾ ലാഭകരമാണ്. പ്രത്യേകിച്ച് ഒരു വളത്തിന് ലാഭമുണ്ടോ നമുക്ക്. മഴക്കാലത്ത് ഇതിന്റെ ഇലയുള്ള ഇതിന്റെ ചവിട്ടി കിടന്ന് കഴുകി അതിന്റെ വളമല്ല ഇതിനകത്ത് പിടിക്കുക. അപ്പോൾ മറ്റുള്ള പിന്നെ കോൺക്രീറ്റ് തൂണോ അല്ല PVC പൈപ്പോ അതിനേക്കാളൊക്കെ അഡ്വൈസബിൾ നല്ലത് ഇത് തന്നെ. നല്ലപോലെ ഈ അട്ടക്കാല് പിടിച്ച് കയറുകയും ചെയ്യും. അത് PVC പൈപ്പിലൊക്കെ കയറാൻ വലിയ കെട്ടിക്കൊടുക്കണം. നമ്മൾ കെട്ടിക്കൊടുക്കണം, അല്ലെ അടർന്ന് വീഴും. എനിക്ക് കുറെ പ്രായമായി കഴിഞ്ഞാൽ കെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതെല്ലാം കൂടി താഴെ വീഴും. അതുപോലെ കാറ്റും മഴയൊന്നും വന്നാൽ ഭയപ്പെടുകയും വേണ്ട. ഇതാവുമ്പോ അതങ്ങനെ ചെയ്യണ്ട. അങ്ങനെ നല്ലൊരു ഇതുണ്ടല്ലേ, അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിപ്പോ സാറെല്ലാം നുള്ളിയതാണോ ഇതല്ലേ? അല്ലല്ല, നിൽക്കുന്നുണ്ടല്ലേ, നുള്ളാനുണ്ട്. കുറച്ചേ നുള്ളിയുള്ളൂ. പഴുത്ത് വന്നതെല്ലാം നുള്ളി. ഇനി പഴുക്കാനുണ്ട്. ഇനി ഒരു ട്രിപ്പ് കൂടെ
നുള്ളാനുണ്ട്. അതിലൊക്കെ നിപ്പുണ്ട്. ഇത് കരിമുണ്ടയല്ലേ സാർ? ഇത് കരിമുണ്ട്. സാറിന്റെ ഈ കൊടികൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ലക്ഷണം കണ്ടാ സാർ എന്താ ചെയ്യുന്നത്? അത് കുരുമുളകിന് നമ്മൾ കുരുമുളകിന് എല്ലാ ക്ലോസായിട്ട് നല്ലൊരു അത് നിരീക്ഷിക്കണം. കുരുമുളകിൻ്റെ ഇലയ്ക്ക് മഞ്ഞ നിറവോ തണ്ടിന് വാട്ടോ എന്തെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ കൃഷി ഓഫീസറെയോ ആരെയും കണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് അവരുടെ അഡ്വൈസ് മേടിച്ച് ഉപദേശം മേടിച്ച് അതിന് പലതരം കീടനാശിനികളുണ്ട്, മരുന്നുകളുണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അത് അല്ലെങ്കിൽ അത് മൂളോടെ നശിച്ചു പോകും. അതങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് പന്നിയൂർ ഇനമാണ്. ഇതിൻ്റെ തിരികൾ നീളമുള്ളതാണ്. പക്ഷേ മണികളെല്ലാം അടുത്തടുത്തായിട്ട് ഉണ്ടാകത്തില്ല. കരിമുണ്ട ഉണ്ടാകുന്നത് പോലെ മണികൾക്ക് വലിപ്പം കുറവായിരിക്കും. ആ പന്നിയൂരിൻ്റെ വ്യത്യാസം. ഈ ഞാറുപാട് തന്നെ ഇട്ട് കൊടുത്തില്ല. അപ്പം നമ്മളിത് ഇവിടെ വെച്ച് മുറിച്ചം കളയും. അതേസമയം ഇതൊക്കെ പൊട്ടിക്കുന്നുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വള്ളി തന്നെ മെയിൻ തണ്ടിന് പിന്നെ തായ്തണ്ടിന് ഇങ്ങനെ ശാഖകൾ ഉണ്ടാകുന്നവരാണ് തിരിപിടിക്കുന്നത്. അതല്ല ഇതൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ വള്ളിയായിട്ട് കിടക്കത്തേ ഉള്ളൂ. അത് നമ്മൾ മുറിച്ചം കളയും. ഇനി ശാഖകൾ ഉണ്ടാകുന്നില്ല. കുരുമുളകിന് ചെയ്യുന്ന വളങ്ങൾ എന്തൊക്കെയാണ്? കുരുമുളകിന് മഴക്കാലത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി മൂന്നൂടെ മിക്സ് ചെയ്ത് ചവിട്ടിയിട്ട് കൊടുക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് വേറൊരു വളം കൊടുക്കുന്നുണ്ട്. ഹോംഫർട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹോമിയോയുടെ ഒരു വളമുണ്ട്, ഹോംഫർട്ട്. അത് നല്ലതാണ്, കുരുമുളകിന് നല്ലതാണ്, പല വർഷങ്ങൾക്കും നല്ലതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ അതിൻ്റേതായ ഗുണം ഉണ്ടായിട്ടുണ്ട്. അത് നല്ല ഒരു വളരീതിയാണ്. അത് ചെയ്യുന്നത് എങ്ങനെയാ സാർ? അത് ചുമ്മാ അത് ഒരു സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിലൊഴിച്ച് 2 മൂടിന് ഒഴിച്ചു കൊടുക്കും. അതാണ് അതിൻ്റെ പിന്നെ ചെയ്യുന്ന രീതി. മൂട്ടിൽ നിന്ന് കുറച്ച് അകലം മാറ്റി മൂട്ടിന് ചുറ്റും ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് വലിയ ഈ കുരുമുളകിന്റെ ചെടിയുടെ വേരെന്ന് പറയുന്നത് താഴ്വേരല്ലോ, താഴോട്ടല്ലല്ലോ പോകുന്നത്, പക്കവേരല്ലേ. അത് പടർന്നു കിടക്കും. അപ്പൊ അത് എവിടെയെങ്കിലും ഒഴിച്ചു കൊടുത്താലും പിടിച്ചോളൂ. പിന്നെ അതിനൊപ്പം വെള്ളം ഒഴിക്കുകയല്ലോ ചെയ്യണം. വെള്ളം ഉണക്ക് കാലത്ത് വെള്ളം ഒഴിക്കും, അല്ലാതെ മുളക്കും വരുന്ന സമയത്ത് വെള്ളം ഒഴിക്കണ്ട. അത് മഴക്കാലത്ത് നമ്മൾ ചെയ്യുന്നത്. ഈ പറഞ്ഞ മരുന്ന് അത് എത്ര കാലയളവ് ഇടവിട്ടാ കൊടുക്കണ്ടേ? അതൊരു വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് സാർ? അത് തിരി കൂടുതൽ പിടിക്കും, നല്ല മണികളുമായിരിക്കും, മുഴുപ്പുള്ള മണികളുമായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ എല്ലാ വർഷവും ഞാൻ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അത് വളർച്ചയ്ക്കും നല്ലതാണ്, തിരിപിടിക്കാൻ നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. സാർ, ഈ ഹൈ റേഞ്ച് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ മധ്യ തിരുവിതാംകൂർ അതുപോലെ ഈ മലം പ്രദേശങ്ങള് മണ്ണിന്റെ ചുവപ്പ് നിറമുള്ള മണ്ണുള്ള പ്രദേശമുണ്ടല്ലോ, അവിടെ നടാൻ നല്ല ഇനം ഏതൊക്കെയാണ്? നടാൻ നല്ലത് കരിമുണ്ട തന്നെ. കരിമുണ്ടയാണെങ്കിൽ അതിന് തിരിയാൽ നിറച്ച് മണികൾ കാണും, നല്ല നീളമുള്ള തിരികളുമാണ്. അത് പന്നിയൂറൊന്നും നടന്നുണ്ട്, പലരും നടന്നുണ്ട്. അതിൻ്റെ തിരി നീളമുള്ളതാണ്, പക്ഷെ അതിൻ്റെ മണികളെല്ലാം അടുത്തടുത്തല്ല, ഇച്ചിരി ഗ്യാപ്പിലൊക്കെയാണ്. അപ്പം കുറവായിരിക്കും. അപ്പോൾ കരിമുണ്ട തന്നെ ഇവിടത്തേക്ക് നല്ല ഇനം. സാറ് പറഞ്ഞ തിരി വരുന്നു, എല്ലാ തിരിയിലും മണികൾ ആവുന്നില്ല, കൊഴിഞ്ഞു പോകുന്നു. ഇതിന്റെ കാരണം എന്താണ് സാർ? അതിന്റെ കാരണം കാലാവസ്ഥയുടെ വ്യതിയാനം തന്നെ. അതോടെ നല്ല ചൂടൊക്കെ ആണെങ്കിൽ മണികൾ ശരിക്കും പിടിക്കത്തില്ല, ഒഴിഞ്ഞു പോകും. മൊത്തത്തിൽ തിരിയായിട്ട് ഒഴിയുന്നതുകൊണ്ട് മണികൾ ഒഴിയുന്നത് അത് ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നത്. പിന്നെ അല്ലെങ്കിൽ കുരുമുളക് ഉണ്ടാകുന്ന ചീയൽ രോഗം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള രോഗങ്ങൾ കൊണ്ട് തിരിയാം. അതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കണം, നിരീക്ഷിക്കണം. കുരുമുളക് നട്ട വീട്ടിൽ പോയി നോക്കത്തില്ല, കുരുമുളക് കണ്ടിട്ട് വീട്ടിൽ പോയി നോക്കണം, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കണം. അല്ലെങ്കിൽ അതിനെ വിദഗ്ധമായ പിന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും കണ്ട് ചോദിച്ച് അതിനുള്ള വളവോ മരുന്നോ ഒക്കെ ചെയ്യണം. ഞാൻ ഈ CPCRIയുടെ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അവരെ കൊണ്ട് ശരിക്കും ഇതിന്റെ പിന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നു. കായംകുളം CPCRI. സാറേ, ഈ കുരുമുളക് നുള്ളി സംസ്കരിക്കുന്ന രീതിയെ കുറിച്ചൊക്കെ കുരുമുളക് പഴുത്ത് ഓരോ മണികളൊക്കെ പഴുത്ത് തുടങ്ങുമ്പോൾ ആ പിന്നെ മുഴുവനായിട്ട് നുള്ളി എടുക്കുമ്പോൾ അടന്നു പോകാതെ ശ്രദ്ധിക്കണം. നുള്ളി എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു ദിവസം വെച്ചിട്ട് ചാക്കിനകത്ത് വെച്ചിട്ട് പിറ്റേന്ന് അത് കാലുകൊണ്ട് ചവിട്ടി തിരിച്ച് നല്ല വെയിലത്തിട്ട് ഒരു 3-4 പാസ് ഉണക്കണം. ഉണക്കിക്കഴിഞ്ഞ് ഇത് മുഴുവൻ പാറ്റിപ്പിറക്കി, അതായത് എൻ്റെ കൊന്തും മങ്കും എല്ലാം പാറ്റി കളഞ്ഞിട്ട് ഈ ചാക്കിനകത്ത് കെട്ടി വെച്ചിരുന്ന 1 വർഷം 2 വർഷമൊക്കെ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ആ വർഷത്തെ തന്നെ കൊടുക്കണമെങ്കിൽ ആ വർഷം തന്നെ കൊടുക്കാം. ഇപ്പം നല്ല വിലയുള്ള സീസണാണ്.
ഒരു 800 രൂപയൊക്കെ കിലോയ്ക്ക് കിട്ടും. ഒരു കിലോ. അങ്ങനെ സംസ്കരിച്ചെടുക്കാനാണ് നല്ലതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. രാജേന്ദ്രൻ ബ്ലോഗ്സ് വള്ളികുന്നം.